ഹൈ ഓൾ വെൽക്കം ടു നോ ലൂമി സ്പ്രിൻറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സിൻ്റെ 8ാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു എന്താണ് റേഷ്യോ, എന്താണ് പ്രപ്പോർഷൻ എന്ന് ജസ്റ്റ് നോക്കാം. ദ റേഷ്യോ ഓഫ് ടു ക്വാണ്ടിറ്റീസ് എ ആൻഡ് ബി ഇൻ ദ സെയിം യൂണിറ്റ് ഈസ് ദ ഫ്രാക്ഷൻ എ ബൈ ബി. അതായത് സിംപ്ലി പറഞ്ഞാൽ എ ബൈ ബി പറഞ്ഞൊരു ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് എ റേഷ്യോ ബി എന്ന് എഴുതാം, എ ഇസ് ടു ബി എന്ന് എഴുതാം. അതിനാണ് എന്ത് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് റേഷ്യോന്റെ ഇക്വാലിറ്റി എന്നാണ് നമുക്ക് എന്ത് പറയുന്നത്, പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് എ ഇസ് ടു ബി എന്ന് പറഞ്ഞ റേഷ്യോ ഉണ്ട്, സി ഇസ് ടു ഡി എന്ന് പറഞ്ഞ റേഷ്യോ ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ ഇസ് ടു ബി ഈക്വൽ ടു സി ഇസ് ടു ഡി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി. അതായത് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും. അതായത് രണ്ട് ഒന്നിൽ കൂടുതൽ റേഷ്യോന്റെ ഇക്വാലിറ്റി നമുക്ക് എന്ത് പറയാം, പ്രപ്പോർഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഇഫ് 10% ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 20% ഓഫ് വൈ ദെൻ എക്സ് ഈസ് ടു വൈ എത്രയാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം ഇവിടെ തന്നെ എന്താ നമുക്ക് ആദ്യം ചെയ്യാം. 10% ഓഫ് എക്സ് എന്താണ്, 20% ഓഫ് വൈക്ക് എന്താണ്, ഈക്വൽ ആണെന്നാണ് തന്നത്. അപ്പോൾ 10% ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 10/100 ഓഫ് 100 ഇൻറ്റു എക്സ്, അത് ഈക്വൽ ടു എന്താണ്, 20/100 ഇൻറ്റു വൈ. ഈ 100 എവിടെ നിന്ന് വന്നെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു പെർസെൻറ്റേജ് നമ്മൾ മാറ്റാൻ എന്താ ചെയ്യുക, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, കൂടെ എന്താ വരിക, ഇത് കട്ടയും ഇത് കട്ടയും ഇത് കട്ടയും ഇത് കട്ടയും. നമ്മളോട് എക്സ് ഈസ്റ്റ് വൈ എന്താണ് ചോദിച്ചത്. അപ്പം എക്സ് ബൈ വൈ എന്താ വരിക, ഇതിങ്ങോട്ട് എടുത്താൽ 2/1 വരും. അതായത് എക്സ് ഈസ്റ്റ് വൈ എന്ത് വരും, 2:1 വരും. ഓക്കെ, സിമ്പിളായുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യത്തിലുള്ള ക്വസ്റ്റ്യൻ മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ ചോദിച്ചത്, എ മാൻ സ്പെൻഡ് 500 ഇൻ ബൈയിങ് 12 tables and chairs. Okay, the cost of one table is 50 and that of the one chair is 40. അതായത് ഇവിടെ പറഞ്ഞത് അയാൾ ടോട്ടലി വാങ്ങിയത് 12 ആണ്. അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ആണ്, ടേബിൾ ഇൻക്ലൂഡ് ആണ്, ചെയർ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, അങ്ങനെ ആണെച്ചാൽ ഒരു ടേബിളിൻ്റെ പ്രൈസ് എത്ര, 50 ആണ്. അതുപോലെ തന്നെ ഒരു ചെയറിൻ്റെ പ്രൈസ് 40 ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി നമ്പേഴ്സ് ഓഫ് ചെയർ ആൻഡ് ടേബിൾ. അതായത് ടേബിളിൻ്റെയും ചെയർസിൻ്റെയും നമ്പേഴ്സിൻ്റെ റേഷ്യോ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തെടുക്കാം, ഇവിടെ കാണേണ്ടത് അത് നമുക്ക് നമ്പേഴ്സ് കാണണമല്ലോ, എന്നാലേ റേഷ്യോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, നമ്പർ ഓഫ് ടേബിൾ എന്തെടുക്കാം, ജസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു വേരിയബിൾ നമ്മൾ എക്സ് എടുത്തു. അപ്പോൾ നമ്പർ ഓഫ് ടേബിൾ എക്സ് ആണെങ്കിൽ എന്തായിരിക്കും, നമ്പർ ഓഫ് ചെയർസ് എന്തായിരിക്കും, ഇവിടെ ടോട്ടൽ എത്രയാണ് പറഞ്ഞത്, രണ്ടും കൂടി 12 ഉള്ളത്. അപ്പം നമ്പർ ഓഫ് ചെയർസ് എന്തായിരിക്കും, 12 - x ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ എന്താ പറഞ്ഞത്, ടോട്ടൽ അയാൾ സ്പെൻഡ് ചെയ്തത് 500 രൂപയാണ്. അത് എന്തിനൊക്കെ വേണ്ടിയാണ് സ്പെൻഡ് ചെയ്തത്, ടേബിളിന് വേണ്ടിയിട്ടും ചെയറിന് വേണ്ടിയിട്ടും. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് എന്ത് കിട്ടും, ടോട്ടൽ 500 കിട്ടും. അപ്പം 500 ഈക്വൽ എന്തായിരിക്കും, ടേബിളിൻ്റെ പൈസ എത്രയാണ്, 50 രൂപയാണ് ടേബിൾ. അങ്ങനത്തെ എത്ര ടേബിൾ ഉണ്ട്, എക്സ് ടേബിൾ ഉണ്ട് ഇല്ലേ. പ്ലസ് എന്താണ്, നമ്പർ ഓഫ് ചെയർസ് എത്രയാണ്, 12 - x ആണ്. അങ്ങനത്തെ എത്ര ചെയർ ഉണ്ട്, സോറി ഒരു ചെയറിൻ്റെ രൂപ എത്രയാണ്, 40 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും, 500 ഈക്വൽ ടു 50x മൈനസ് -40x കിട്ടും. പ്ലസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എത്രയാണ്, 20 ഈക്വൽ ടു 10x, എക്സ് ഈക്വൽ ടു എന്ത് വരും, 2 വരും. ഇവിടെ എക്സ് എന്താണ് നമ്മൾ എടുത്തത്, നമ്പർ ഓഫ് എന്തായിരുന്നു, നമ്പർ ഓഫ് ടേബിളാണ് എക്സ് എടുത്തത്. അപ്പം നമ്പർ ഓഫ് ചെയർസ് എത്രയായിരിക്കും, -12 - x അല്ലേ, 12 - 2 എത്ര ഉണ്ടാവും, 10 ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും ഉണ്ടാവുക, നമ്പർ ഓഫ് ചെയർ ഈസ്റ്റ് എന്താ വേണ്ടത്, ടേബിളാണ് വേണ്ടത്. അപ്പോൾ എന്താണ് 10/, എത്ര ആയിരിക്കും ഉണ്ടാവുക, 2 ആയിരിക്കും ഉണ്ടാവുക. അതായത്
5/1. ഇപ്പോൾ റേഷ്യോ എന്താ വരിക? പ്രപ്പോസ് 5:1 ആയിരിക്കും നമ്മളെ ആൻസർ ഉണ്ടാവുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ എന്താ പറഞ്ഞത്? ഇഫ് 30% ഓഫ് A = 0.5 ഓഫ് B = 1/5 ഓഫ് C, ദെൻ ഫൈൻഡ് ABC. ഇവിടെ നമുക്ക് എന്താ എയും ബിയും സിയും തമ്മിലുള്ള ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് A:B:C കാണാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആ റിലേഷൻ ആദ്യം എഴുതി നോക്കാം. എന്താ പറഞ്ഞത്? 30% ഓഫ് A = 0.25 ഓഫ് B = എന്താണ്? 1/5 ഓഫ് എന്താണ്? C ആണ്. ഇത് നമുക്ക് എങ്ങനെ മാറ്റം എഴുതാൻ പറ്റും? 30/100 ഇൻറ്റു A = 0.25 എങ്ങനെ എഴുതാൻ പറ്റും? 25/100 എന്ന് എഴുതാൻ പറ്റുമല്ലോ. ഇൻറ്റു B = എന്താണ്? 1/5 ഇൻറ്റു C എന്ന രീതിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? ഇതെല്ലാം ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? ഇതിനെ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റിനോട് ഇക്വേറ്റ് ചെയ്യാം. ഒരു K എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിനോട് ഇക്വേറ്റ് ചെയ്തു. നമുക്ക് A എന്താ കിട്ടുക? A = 10K/3 കിട്ടും. അതുപോലെ തന്നെ B = എന്ത് വരും? 4K വരും. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അതുപോലെ തന്നെ C = എന്ത് വരും? 5K വരും. ഓക്കെ, എന്താ ചെയ്തതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് അതിൻ്റെ എന്താ തന്നാൽ അതുപോലെ തന്നെ എടുത്ത് എഴുതി. എന്നിട്ട് അതിനെ ഒരു K എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. കാരണം എല്ലാം ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് എന്ന രീതിക്ക് കോൺസ്റ്റൻ്റ് ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് Aയും Bയും Cയും കണ്ടു. നെക്സ്റ്റ് നമുക്ക് എന്താ കാണേണ്ടത്? A:B:C അല്ലേ കാണേണ്ടത്? ഓക്കെ, അപ്പോൾ എങ്ങനെ കാണാമത്? 10K/3 4K എന്താണ്? 5K ആയിരിക്കും. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്? K എന്തായാലും ഒഴിവാക്കാമല്ലോ. 10/3 4 എന്താണ്? 5 ആയിരിക്കും. അപ്പോൾ ഒരു 3 ഉണ്ടല്ലോ, നമുക്ക് ഒഴിവാക്കാൻ എന്താക്കാം? ജസ്റ്റ് എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10:12:15 വരും. ഭയങ്കര സിമ്പിളാണ്. തന്ന ഇക്വേഷന് അതുപോലെ തന്നെ എടുത്ത് എഴുതി. പിന്നെ അതിനൊരു K എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് Aയും Bയും Cയുടെ വാല്യൂ കണ്ടു. എന്നിട്ട് A:B:C കണ്ടു. അതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അത് എന്താ പറഞ്ഞത്? ഇഫ് M:2n = 3:2, ദെൻ ഫൈൻഡ് ദ റേഷ്യോ 4m + 5n 4m - 5n. അതായത് നമുക്ക് തന്നത് M/n = എന്താണ്? 3/2 തന്നിട്ടുണ്ട്. എന്ന് കാണാൻ പറഞ്ഞത് എന്താണ്? 4m + 5n / 4m - 5n ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനമല്ലേ ഏതെങ്കിലും രീതിക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് M/n എന്ന രീതിക്ക് മാറ്റാൻ പറ്റുമോ നോക്കിയാൽ മതി. കാരണം ഇവിടെ എന്താണ്? M/n എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അത് ഇപ്പം എല്ലാത്തിൻ്റെ അകത്തും ഒരു n കോമൺ ആയിട്ട് പുറത്തെടുത്ത് നോക്കാം. നമുക്ക് 4 × M/n + 5 / 4 × M/n - 5. അപ്പോൾ എല്ലാത്തിനും അത് എന്തുണ്ടാവും? ഒരു n കോമൺ ഉണ്ടാവും. കാരണം n കോമൺ എടുത്തുക്കല്ലോ. ഈ n എന്താവും? കട്ടായി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തിൻ്റെ വാല്യൂ ഉണ്ട്? M/n വാല്യൂ എന്താ തന്നിട്ടുണ്ട്? എന്താണ്? 3/2 ആണ്. അപ്പം ആ M/n വാല്യൂ ഇവിടെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു റേഷ്യോ കിട്ടും. ഇവിടെ കിട്ടുന്ന ആൻസർ ഒരു ഡിവൈഡ് ബൈ ആയിരിക്കും. അതിനെ ഒരു റേഷ്യോയിലേക്ക് മാറ്റിയാൽ മതി. ജസ്റ്റ് 2 കുത്തിട്ടാൽ മതി. ഓക്കെ, ഇത് അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. ബട്ട് എല്ലാ ആൾക്കാരും മിസ്റ്റേക്ക് വരുന്ന ഒരു ഏരിയ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, അതായത് when 20% of a number is added to another number, the number is increases by 50%. What is the respective ratio between the first and second number? നമുക്ക് നമ്പേഴ്സ് എന്താക്കി എടുക്കാം? ഫസ്റ്റ് നമ്പർ എക്സും സെക്കൻഡ് നമ്പർ എന്താക്കി എടുക്കാം? വൈയും ആക്കി എടുക്കാം. ഓക്കെ, when 20% of a number is added to another number, അതായത് ഇത് ആണ് നമ്മൾ ആഡ് ചെയ്യപ്പെട്ട നമ്പർ എന്ന് എടുക്കുക. അപ്പം ആ നമ്പർ പ്ലസ് അതിനോട് എന്തും കൂടി ആഡ് ചെയ്തു? 20% ഓഫ് എ നമ്പർ. ഇതാണ് നമ്പർ എന്ന് വിചാരിക്കാം. 20% ഓഫ് എക്സ് എന്താണെന്നാണ് പറഞ്ഞത്? നമ്പർ ഈസ് ദ നമ്പർ ഈസ് ഇൻക്രീസ് ബൈ 50. അതായത് വൈ ആർ നമ്പർ എത്ര കൂടി? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇൻക്രീസസ് ടു അല്ല ഇവിടെ പറഞ്ഞത്, ഇൻക്രീസസ് ബൈ ആണ്. അതായത്
50% കൂടി എന്നാണ് പറഞ്ഞത്. 50%ത്തിലേക്ക് കൂടി എന്നല്ല, 50% കൂടി. അപ്പോൾ ടോട്ടൽ ആ ഫൈനൽ വാല്യൂ എന്തായിരിക്കും? 150% ആയിരിക്കും, 150% ആയിരിക്കും. അതാണ് മിക്ക ആൾക്കാരും പറ്റുന്ന മിസ്റ്റേക്ക്. മിക്ക ആൾക്കാരോട് എന്ത് ചെയ്തെന്നറിയോ? 50% ഓഫ് വൈ എന്ന് എഴുതും. ഇത് തെറ്റാണ്. ഇവിടെ 2 അല്ല പറഞ്ഞത്, ബൈ എന്നാണ് പറഞ്ഞത്. അതായത് 50% കൂടി. അപ്പം മൊത്തം കൂടിയ എത്രയാണ്? മൊത്തം ഫൈനൽ വാല്യൂ എത്രയായിരിക്കും? 150 ആയിരിക്കും. അതെന്തായാലും ശ്രദ്ധിക്കണം, കാരണം ഇവിടെയാണ് എല്ലാവർക്കും മിസ്റ്റേക്ക് പറ്റുന്നത്. ഓക്കെ, കൂടെ ഇതെന്ത് എന്താണ്? 150% ഓഫ് വൈ. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. 20/100 ഇൻറ്റു എക്സ് ഈക്വൽ ടു 150/100 ഇൻറ്റു വൈ. ഓക്കെ, അപ്പം 10y പ്ലസ് 2x ഈക്വൽ ടു 50y എന്നുണ്ടാവും. 2x ഈക്വൽ ടു 5y ബിറ്റ്വീൻ ദ ഫസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് നമ്പർ. ഇവിടെ ഫസ്റ്റ് നമ്പർ ഏതാണ്? എക്സ് ആണ്. അപ്പം x/y എന്താ ഉണ്ടാവുക? 5/2. അതായത് 5:2 ആയിരിക്കും നമ്മുടെ ആൻസർ. ഒന്നുകൂടി പറയാണ്, ഇവിടെ എല്ലാവരും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ബൈ എന്നാണ് പറഞ്ഞത്, അപ്പോൾ ഒരിക്കലും 50% എടുക്കരുത്, 150% ഓഫ് വൈ എടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ പറഞ്ഞത്? ഇൻ എ ക്ലാസ് ദ റേഷ്യോ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻറ്റ് ടു മെയിൽ സ്റ്റുഡൻറ്റ് ഈസ് 16:9. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ദ ക്ലാസ് ഈസ് ഫീമെയിൽ. അതായത് റേഷ്യോ തന്നിട്ടുണ്ട്, എന്നിട്ട് ചോദിച്ചത് ആ ക്ലാസ്സിൻ്റെ റേഷ്യോ വെച്ചിട്ട് അവിടെയുള്ള ഫീമെയിൽ സ്റ്റുഡൻസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ്. ഇവിടെ എന്താ തന്നത്? 16:9. ഇതിൻ്റെ മീനിങ് സിമ്പിളായിട്ട് എന്താണ് വരുന്നത് വെച്ചാൽ, ഫീമെയിൽ സ്റ്റുഡൻറ്റ്, ക്ലാസ് ഓഫ് ഫീമെയിൽ സ്റ്റുഡൻറ്റ്, അതായത് ഈ 16 മൊത്തം ഇവിടെ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 25 സ്റ്റുഡൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് 16 സ്റ്റുഡൻസ് എന്താണെന്നാണ് പറഞ്ഞത്? ഫീമെയിൽ ആണെന്നാണ് ഈ ഒരു സാധനത്തിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഫീമെയിൽ സ്റ്റുഡൻസ് എത്രയാണെന്ന് അറിയാം, 16 ആണ്. ടോട്ടൽ സ്റ്റുഡൻസ് എത്ര? 25 ഇൻറ്റു 100 ചെയ്ത് നമുക്ക് വേണ്ട ആൻസർ കിട്ടും. സിമ്പിളാണ്. ഇങ്ങനെ റേഷ്യോ തന്നിട്ട് വേറെ കാണാൻ പറഞ്ഞാൽ എന്താണ്, ആ ഒരു സാധനം ന്യൂമറേറ്ററിൽ വെക്കുക, രണ്ടുകൂടെ ആഡ് ചെയ്ത് ഡിനോമിനേറ്ററിൽ വെക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത്? എ സം ഓഫ് Rs 427 ഈസ് ഡിവൈഡ്. അതായത് 427 രൂപ എയും ബിയും സിൻ്റെ അടുത്ത് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് നമുക്കൊന്ന് എഴുതി നോക്കാം. 3 ടൈംസ് ഓഫ് എ, 3a ഈക്വൽ ടു എന്താണ്? 4 ടൈംസ് ഓഫ് ബി എന്താണ്? 4b ഈക്വൽ ടു എന്താണ്? 7 ടൈംസ് ഓഫ് സി, 7c. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ഇതിനൊരു കോൺസ്റ്റൻറ്റിനോട് ഇക്വേറ്റ് ചെയ്തു. ആ കോൺസ്റ്റൻറ്റ് എന്താണ്? കെ എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എ എന്താണ് കിട്ടും? k/3 കിട്ടും. ബി എന്താന്ന് കിട്ടും? k/4 കിട്ടും. സി എന്താന്ന് കിട്ടും? k/7 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താ കാണേണ്ടത്? ഇത് എങ്ങനെ ഡിവൈഡ് ചെയ്യുമെന്ന് അറിയാൻ അതിൻ്റെ റേഷ്യോ നമുക്ക് കാണണമല്ലോ. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? a:b:c കാണണം. അങ്ങനെ എന്താ വരിക? k/3 k/4 എന്താണ്? k/7 ആയിരിക്കും. ഇതിനകത്ത് എന്താവും? k കട്ടായി പോവും. 1/3 1/4 1/7. അപ്പോൾ ഇതിൻ്റെ LCM എടുത്ത് സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 28:21:12 എന്ന് കിട്ടും ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? എയും ബിയും സിയും എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതിനുള്ള റേഷ്യോ കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റിൻ്റെ അകത്ത് റേഷ്യോ കിട്ടിയാൽ എങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ചെയ്തത്? ഇതിൻ്റെ അകത്ത് എൻ്റെതാണെങ്കിൽ എനക്ക് എത്ര എമൗണ്ട് കിട്ടുന്നത് അങ്ങനെ കാണാം. എയുടേത് ഡിവൈഡ് ബൈ എല്ലാം കൂടിയുള്ള സമയം എന്താണ്? 28 + 21 + 12 ഇൻറ്റു എന്താണ്? ടോട്ടൽ എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് എത്രയായിരുന്നു? 427. ഓക്കെ, ഇൻറ്റു 427. ബീൻ്റെതാണെങ്കിലോ എന്താണ്? 21 ആണ്. 21 ഡിവൈഡഡ് ബൈ 28 + 21 + 12 ഇൻറ്റു
എന്താ വരിക 427 വരും. ഓക്കെ, സിയുടെ എന്ത് വരും? സി ഈക്വൽ ടു ഈ സെയിം തന്നെ, അതായത് ഇവിടെ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും 12 ആയിരിക്കും, ഡിനോമിനേറ്ററിൽ ഇതായിരിക്കും ഇൻറ്റു 427. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ഇൻകം ഓഫ് എ ആൻഡ് ബി ഈസ് 3:4. ദ റേഷ്യോ ഓഫ് ദെയർ എക്സ്പെൻഡിച്ചർ ഈസ് 4:5. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ സേവിങ്സ് ഇഫ് ദ സേവിങ്സ് ഓഫ് എ ഈസ് 1/4 ഓഫ് ഇറ്റ്സ് ഇൻകം. ഓക്കെ, ഇതിനകത്ത് എന്താ വന്നത്? എയുടെയും ബിയുടെയും ഇൻകം എത്ര ഏത് റേഷ്യോയിലാണ്? 3:4. നമുക്കത് ഏത് രീതിയിൽ കൺവേർട്ട് ചെയ്യാം? 3x-ഉം 4x എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യാം. ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഇത് ആക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ എന്താണ്? 4:5 ആണ്. അതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 4y-ഉം 5y ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് സേവിങ്സ്. ഇപ്പം സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ അല്ലേ സേവിങ്സ്. അപ്പം എയുടെ സേവിങ്സ് എന്തായിരിക്കും? സേവിങ്സ് ഓഫ് എ എന്തായിരിക്കും? എയുടെ ഇൻകം എത്ര? 3x ആണ്. 3x മൈനസ് എയുടെ എക്സ്പെൻഡിച്ചർ 4y ആണ്. അപ്പം സേവിങ്സ് ഓഫ് ബി എന്തായിരിക്കും? ബീൻ്റെ ഇൻകം എത്രയാണ്? 4x ആണ്. എക്സ്പെൻഡിച്ചർ എന്താണ്? 5y ആണ്. ഓക്കെ, ഇത് സിമ്പിളാണ്. അപ്പം എന്താ കാണാൻ പറഞ്ഞത്? ഇത് രണ്ടിൻ്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. അതായത് 3x മൈനസ് 4y ഡിവൈഡഡ് ബൈ 4x മൈനസ് 5y. ഇതാണ് എന്ത് കാണാൻ പറഞ്ഞത്? കാണാൻ പറഞ്ഞത് എന്താണ്? എയുടെയും ബിയുടെയും സേവിങ്സിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് ഇത് കാണാൻ വേണ്ടി? നമുക്ക് എക്സിൻ്റെ വാല്യൂ അറിയില്ല, വൈൻ്റെ വാല്യൂ അറിയില്ല. ബട്ട് നമുക്കിവിടെ വേറെ സാധനം തന്നിട്ട് എന്താണ്? സേവിങ്സ് ഓഫ് എ ഈസ് 1/4 ഓഫ് ഇറ്റ്സ് ഇൻകം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ? ആ ജസ്റ്റ് നമുക്ക് എഴുതി നോക്കാം. സേവിങ്സ് ഓഫ് എയുടെ സേവിങ്സ് എന്താണ്? 3x മൈനസ് 4y. അതെന്താണ്? 1/4 ഓഫ് ഇറ്റ്സ് ഇൻകം. ഇൻകം എത്രയാണ്? 3x ആണ്. ഇതിൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ 1/4 ആണ്. അതായത് ഇറ്റ്സ് ഈക്വൽ ടു 1/4 ഓഫ് 3x. ഓക്കെ, അപ്പം 12x മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 12x മൈനസ് 60y ഈക്വൽ എന്ത് വരും? 3x എന്ന് വരും. അപ്പം 9x ഈക്വൽ ടു എന്ത് വരും? 60/y എന്ന് വരും. അപ്പം x/y എന്ത് വരും? 60/9 എന്ന് വരും. അപ്പം നമുക്കിവിടെ x/yയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സാധനത്തിന് ആ ഒരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു m n-ൻ്റെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ജസ്റ്റ് y എല്ലാത്തിൻ്റെ അകത്തുനിന്നും പുറത്തെടുത്താൽ മതി. എങ്ങനെ എടുക്കാം? 3 ഇൻറ്റു x/y മൈനസ് 4 ഡിവൈഡഡ് ബൈ 4x/y മൈനസ് 5. ഇത് സോൾവ് ചെയ്താൽ നമ്മൾ ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിളായിട്ട് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ നമുക്ക് തന്ന സാധനങ്ങൾ നമ്മൾ 3x-ഉം 4x-ഉം 4y 5y ടൈമിലേക്ക് മാറ്റി. എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ എന്താ? സേവിങ്സ് പറഞ്ഞാൽ എന്താണ്? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. ബട്ട് അങ്ങനെ കാണാൻ നമ്മൾ നോക്കിയാലും നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ അറിയില്ല, വൈൻ്റെ വാല്യൂ അറിയില്ല. ബട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരു സാധനം തന്നിട്ടുണ്ട്. എയുടെ സേവിങ്സ് എന്താണ്? 1/4 ഓഫ് ഇറ്റ്സ് ഇൻകം. ഇൻകത്തിൻ്റെ 1/4 ആണ്. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടു? x/y കണ്ടു. എന്നിട്ട് ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്താക്കി? ആ ഒരു ടൈമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ പറഞ്ഞത്? ദ റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ ഇൻ 64 liters ഓഫ് മിക്സ്ചർ ഈസ് 5:3. വാട്ട് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് ആഡഡ് ടു മേക്ക് ദ റേഷ്യോ ഈസ് 3:5. അതായത് 64 ലിറ്റർ മിൽക്കിൻ്റെ അകത്ത് വാട്ടറിൻ്റെയും മിൽക്കിൻ്റെയും റേഷ്യോ വന്നിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ ആ റേഷ്യോ 3:5 ആക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം കൂടുതൽ വാട്ടറും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് കാണണം? എത്ര ലിറ്റർ മിൽക്ക് ഉണ്ട്, എത്ര ലിറ്റർ വാട്ടർ ഉണ്ട് എന്ന് ഫസ്റ്റ് കാണണം. അപ്പോൾ അത് കാണേണ്ടത് എന്ത് ചെയ്യാം? നമുക്കിവിടെ 5ഉം 3 അല്ലേ, അതെങ്ങനെ ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? ന്യൂമറേറ്റർ ബൈ രണ്ടും കൂടി ആഡ് ചെയ്യാം. അതിനകത്ത് ടോട്ടൽ എമൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതെന്താണ്? 5 എന്താ വരുന്നത്? മിൽക്കാണ്. ഓക്കെ, ഇപ്പം മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി എത്ര ഉണ്ടാവും? ഇതായിരിക്കും മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടാവും. എത്ര വരിക? 8 വരും. ഇപ്പം 40 ലിറ്റർ ആയിരിക്കും എന്ത് വരിക? മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി വരിക. അപ്പം നെക്സ്റ്റ് എന്താ കാണേണ്ടത്? വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി. അതെങ്ങനെ കാണാം? 3 അല്ലേ, 3/8 × 64 ഉണ്ടാവും. എത്ര ഉണ്ടാവും?
24 ലിറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? മിൽക്കിൻ്റെ ക്വാണ്ടിറ്റിയും കിട്ടി, വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയും കിട്ടി. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യണം ഈ റേഷ്യോ 3:5 ആകാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആഡ് ചെയ്യേണ്ട വാട്ടറിൻ്റെ എമൗണ്ട് എന്താക്കാം? എക്സ് ആക്കി എടുക്കാം. അങ്ങനെ ആൻസർ എന്തായിരിക്കണം? 40 ഡിവൈഡ് ബൈ ഇപ്പോഴുള്ള എമൗണ്ട് എത്ര? 24 ലിറ്റർ ആണ്. ആ 24 ലിറ്ററിനോട് എക്സ് എമൗണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര ആവും? എത്ര ആവണമെന്നാണ് പറഞ്ഞത്? 3:5 ആണ്. ഓക്കെ, അതായത് 3/5 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ എന്ത് വരും? എക്സിൻ്റെ വാല്യൂ കിട്ടും. ആ എക്സിൻ്റെ വാല്യൂ എന്താണ്? നമ്മൾ എത്ര വാട്ടർ ആഡ് ചെയ്യണം ഇപ്പോഴുള്ള ക്വാണ്ടിറ്റിയിലേക്ക് ഫോർ 3:5 ആക്കാം. ആ റേഷ്യോ 3:5 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് നിങ്ങൾ ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. ഒന്നൊരു എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ഫസ്റ്റ് ചെയ്തത് നമുക്കിവിടെ റേഷ്യോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് മിൽക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര ലിറ്റർ ഉണ്ട്, വാട്ടർ എത്ര ലിറ്റർ ഉണ്ട് കണ്ടുപിടിച്ചു. ഓക്കെ, അത് നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്തു എക്സ് എം ലിറ്റർ ഓഫ് വാട്ടറും കൂടി ആഡ് ചെയ്താൽ ആ റേഷ്യോ എന്തായി മാറും? 3:5 ആയിട്ട് മാറും. അപ്പം നമ്മൾ അങ്ങനത്തെ ചെയ്തു. 40 ഡിവൈഡ് ബൈ 24 പ്ലസ് എക്സ് ഈക്വൽ ടു 3/5. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്യാൻ പറ്റും. ആ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ആയിരിക്കും എന്ത്? എത്രമാത്രം എമൗണ്ടും കൂടി വാട്ടർ ആഡ് ചെയ്യുന്നുള്ള ക്വാണ്ടിറ്റി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിനകത്ത് എന്താ പറഞ്ഞത്? ഇതിൻ്റെ അകത്ത് ജോസ് കളക്ഷൻ കണ്ടെയ്ൻ US, അതായത് ഒരാളെടുത്ത് US ഇന്ത്യൻ ബ്രിട്ടീഷ് സ്റ്റാമ്പ് ഉണ്ട്, അതിൻ്റെ ഒരു റേഷ്യോ വന്നിട്ടുണ്ട്. എന്നിട്ട് വേറൊരു റേഷ്യോ ചോദിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമുക്ക് തന്ന ഡാറ്റ ഒന്ന് എടുത്ത് ചെയ്താം. US ടു ഇന്ത്യൻ, അതായത് US സ്റ്റാമ്പ് ഡിവൈഡ് ബൈ ഇന്ത്യൻ എത്ര വന്നത്? 5:2. പിന്നെ അതുപോലെ തന്നെ ദ റേഷ്യോ ഓഫ് ഇന്ത്യൻ ടു ബ്രിട്ടീഷ്, ഇന്ത്യൻ ബൈ ബ്രിട്ടീഷ് എത്ര വന്നത്? 5/1. അപ്പോൾ ഓക്കെ, അപ്പോൾ പിന്നെ കാണാൻ പറഞ്ഞ എന്താണ്? US ടു ബ്രിട്ടീഷ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? ഇവിടെ ഇന്ത്യനും കട്ടായി പോയിട്ട് US ബൈ ബ്രിട്ടീഷ് കിട്ടും. ബട്ട് അതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെയുള്ള ഇന്ത്യയുടെ വാല്യൂ എന്താവണം? ഈക്വൽ ആയിരിക്കണം. അല്ലാണ്ട് ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. ഒന്നുകൂടി പറയാണ്, നമുക്കങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ കിട്ടും. ബട്ട് ഫസ്റ്റ് ഇതിൻ്റെ അകത്തുള്ള ഇന്ത്യയുടെ വാല്യൂ, സെക്കൻഡിനകത്തുള്ള ഇന്ത്യയുടെ വാല്യൂ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇന്ത്യ എന്ന് ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു, ഏതാണെങ്കിലും അത് കട്ടായി പോകുന്നതിൻ്റെ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈക്വൽ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ 5 കൊണ്ടും ഇതിനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം പുതിയ US ബൈ ഇന്ത്യ എന്ത് വരും? ഇവിടെ എന്തായിരുന്നു? 5/2 അല്ല. അപ്പം ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 25/10 വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് വരും? 10/2 വരും അല്ലേ? 10/2 വരും. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ ഇനി? US ബൈ ബ്രിട്ടൻ അല്ലേ? US ബൈ ബ്രിട്ടൻ അത് ഈക്വൽ എന്തായിരിക്കും? US ബൈ ഇന്ത്യ ഇൻറ്റു ഇന്ത്യ ബൈ ബ്രിട്ടൻ. ഈ ഇന്ത്യ കട്ടായി പോകും. അപ്പോൾ എന്താ വരിക? 25/2 വരും. അതായത് റേഷ്യോ എന്തായിരിക്കും? 25:2 ആയിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ അത് എന്താ പറഞ്ഞത്? ദ പ്രസൻറ്റ് റേഷ്യോ ഓഫ് സ്റ്റുഡൻറ്റ് ടു ടീച്ചർ അറ്റ് എ സർട്ടൈൻ സ്കൂൾ ഈസ്, അതായത് കറൻ്റ് ഉള്ള സ്റ്റുഡൻറ്റ് ബൈ ടീച്ചർ റേഷ്യോ എന്താണ് പറഞ്ഞത്? 13:1 ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇഫ് ദ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് വേർ ഇസ് ഇൻക്രീസസ് ബൈ 50. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നു. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ എന്തെടുക്കാം? ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ ചെയ്ത പോലെ തന്നെ 13Kയും K ആണെന്ന് വെക്കാം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ഇഫ് ദ സ്റ്റുഡൻറ്റ് എൻറോൾമെൻറ്റ് വേർസ് ടു ഇൻക്രീസസ് ബൈ 50 സ്റ്റുഡൻസ് ആൻഡ് ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് വേർ ഇൻക്രീസസ് ബൈ 5. അതായത് സ്റ്റുഡൻസിന് എത്ര? 50 കൂടി കൂട്ടി. ഇപ്പം നോർമലി എത്ര ഉള്ളത്? 30 ആണുള്ളത്. ഇതിൻ്റെ അകത്തേക്ക് 50 കൂടി കൂട്ടി. അപ്പോൾ എത്ര ഉണ്ടാവും? 30K
പ്ലസ് 50. പിന്നെന്താ പറഞ്ഞത്? ദ റേഷ്യോ ഓഫ് ടീച്ചർ ടീച്ചർ വേർ ഇംഗ്ലീഷ് ടീച്ചർ എത്രയാക്കി? 5 കൂടി കൂട്ടി. ഇപ്പോൾ എത്ര ഉള്ളത്? കെ ഉള്ളത്. ഇതിൻ്റെ അകത്തേക്ക് 5 കൂടി കൂട്ടി. അപ്പോൾ എന്താ ഉണ്ടാവും? K+5. അതെന്താണെന്ന് പറഞ്ഞത്? 25:1 ആണ്. അപ്പോൾ എന്താണ് വരിക? 25/1 വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ പ്രസൻറ്റ് നമ്പർ ഓഫ് ടീച്ചേഴ്സ്? പ്രസൻറ്റ് നമ്പർ ഓഫ് ടീച്ചേഴ്സ് എന്താണ്? കെ ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കണ്ടാൽ മതി? കെൻ്റെ വാല്യൂ ഇത് സിംപ്ലിഫൈ ചെയ്ത് കണ്ടാൽ മതി. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാം. ലൈക്ക് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്താൽ അത്രയും പെട്ടെന്ന് ആൻസർ കിട്ടും, അത്രയും ടൈം ലാഭിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് 5 എടുക്കാൻ പറ്റും, ഇതിൻ്റെ അകത്ത് 5 എടുക്കാൻ പറ്റും. അതിനോട് കട്ട് ചെയ്ത് പോയാൽ ഇങ്ങനെ വരും. 6k + 10 K+5 ഈക്വൽ എന്ത് വരും? 5 വരും. 6k + 10 = 5k + 25. ഇപ്പോൾ k ഈക്വൽ എന്ത് വരും? 50 വരും. അപ്പോൾ പ്രസൻറ്റ് നമ്പർ ഓഫ് ടീച്ചേഴ്സ് എന്താണ്? 15 ആണ്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇവിടെ നമുക്ക് ഇനീഷ്യലുള്ള ടീച്ചേഴ്സിൻ്റെയും സ്റ്റുഡൻറ്റിൻ്റെയും ടീച്ചേഴ്സിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 30:1 ആണ്. അപ്പോൾ നമ്മൾ 30Kയും Kയും എടുത്തു. നെക്സ്റ്റ് വന്നത് സ്റ്റുഡൻറ്റിൻ്റെ എണ്ണം 50 കൂടി കൂട്ടി, അവിടെ നമ്മൾ എഴുതി. ടീച്ചേഴ്സിൻ്റെ എണ്ണം 50 കൂട്ടി, അതും കൂടി എഴുതി. അപ്പോൾ റേഷ്യോ മാറിയായി 25:1 ആയി. അപ്പോൾ അത് നമ്മളിവിടെ എഴുതി. എന്നിട്ട് നമ്മൾ എന്തായി? കെൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. കെൻ്റെ വാല്യൂ ആണ് നമ്മൾ ആൻസർ. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തായിരുന്നു? വാട്ട് ഈസ് ദ പ്രസൻറ്റ് നമ്പർ ഓഫ് ടീച്ചേഴ്സ്? അതാണ് കെ. ഓക്കെ, അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐ ഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐ ഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.